മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് നിലമ്പൂർ താലൂക്ക്. ആ നിലമ്പൂർ താലൂക്കിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വളരെ ചരിത്രപരമായ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിലും ഇപ്പോൾ നാം വിശദീകരിക്കാൻ പോകുന്നത് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചാണ്. അകാരണമായിട്ട് ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസന്റ് MLA ആയിരുന്ന ശ്രീ അൻവർ PV അൻവർ അകാരണമായി അദ്ദേഹം റിസൈൻ ചെയ്തു എന്നാണ് മറ്റു പാർട്ടിക്കാർ പറയുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുകയും അങ്ങനെ ജനവിധി തേടുവാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ മത്സരിക്കാനായിട്ട് ഇടതും വലതുമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ നിലനിർത്തുകയുണ്ടായി. BJPക്ക് കാൻഡിഡേറ്റ്സിനെ കിട്ടാതെ അവസാന നിമിഷത്തിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഒരു വ്യക്തിയെ അടർത്തിയെടുത്ത് BJPയുടെ കാൻഡിഡേറ്റുമാക്കി. അങ്ങനെ ആ 3 പ്രധാനപ്പെട്ട പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ പോർരംഗത്തുണ്ട്. എന്നാൽ ആ പോർരംഗത്ത് നിൽക്കുമ്പോൾ അത് കൂടാതെ തന്നെ മുൻ MLA ആയിരുന്ന ശ്രീ PV അൻവറും അതോടൊപ്പം തന്നെ SDPAയുടെയും മറ്റ് പല സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടങ്ങുന്ന വലിയൊരു ശൃംഖല തന്നെ മത്സര രംഗത്ത് നിൽക്കുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് ചില ആളുകൾക്ക് പ്രവചനത്തിന് അതീതമാണെന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആര് ജയിക്കും എന്ന് ഇതിനുള്ളിൽ തന്നെ ജനങ്ങൾ കൃത്യമായി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ സമൂഹത്തെ മൊത്തത്തിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു, ഓരോ കാൻഡിഡേറ്റ്സിനെ നമ്മൾ കാണുന്നു, അവരുടെ ആശയങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക, എങ്ങനെ പൊരുത്തപ്പെടുന്നില്ല ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ആ തരത്തിൽ മുന്നോട്ട് പോകാം. ഗുഡ്നസ് ന്യൂസ് അവതരിപ്പിക്കുന്ന നിലമ്പൂരിലെ പോരിൽ ആര് ജയിക്കും നമുക്ക് കേൾക്കാം, അറിയാം, കാണാം. യുവത്വത്തിൻ്റെ പ്രതീകം, ആദർശശാലി, എല്ലാ വിധത്തിലും ആളുകളെ ആകർഷിക്കത്തക്കവണ്ണമുള്ള വാക്ചാതുര്യം, വായനക്കാരൻ മാത്രമല്ല ആദർശത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകൻ, സമൂഹത്തിലെ എല്ലാ ജനതയുമായി ഒരേപോലെ ഇടപെടുവാൻ എപ്പോഴും മനസ്സ് കാണിക്കുന്ന വ്യക്തി, ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കുന്ന നിലമ്പൂരിൻ്റെ മകൻ എന്ന് വിളിക്കാവുന്ന ശ്രീ M സ്വരാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുഡ്നസ് TVയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ പൊതുവിൽ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ്, അതിനെക്കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ നിയോജക മണ്ഡലത്തിലെ എല്ലായിടങ്ങളിലും വലിയ പ്രകടനങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ LDF പ്രവർത്തകർ നടത്തുകയുണ്ടായി. ഒരു പക്ഷെങ്കിൽ ആദ്യമായിട്ടായിരിക്കും കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്വന്തം ആയിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ആവേശം കൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ കരുതുന്നു. തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നിലമ്പൂരിലെത്തിയപ്പോൾ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ പുറപ്പെടുമ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും, റെയിൽവേ സ്റ്റേഷനുകളിലും, അത് ഇവിടുത്തെ വോട്ടർമാരായിരിക്കില്ല, അതത് പ്രദേശത്തുള്ള ഇടതുമുന്നണി പ്രവർത്തകർ ആശംസകൾ നേരാൻ വേണ്ടി ഓരോ സ്റ്റേഷനിലും എത്തിയിരുന്നു. ചെറുകരയും അങ്ങാടിപ്പുറവും പട്ടിക്കാടും മേലാറ്റൂരും തൂവൂരും വാണിയമ്പലവും എല്ലാം റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ ആവേശകരമായ ഒരു ആശംസകൾ അർപ്പിക്കുന്നതിലാണ് ഉണ്ടായത്. നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് ഞാൻ തെല്ലൊന്ന് അത്ഭുതപ്പെട്ടത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത, അവിടെ ഒരു ചെറിയ സ്വീകരണം LDF ആലോചിച്ചിരുന്നുവെങ്കിലും ഇത്രയധികം പങ്കാളിത്തം ഉണ്ടാവുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. 100 കണക്കിന് വരുന്ന ആളുകൾ ആവേശപൂർവ്വം അവിടെ കടന്നു വന്നു. അക്കൂട്ടത്തിൽ LDF പ്രവർത്തകരല്ലാത്ത വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളൊക്കെയുള്ള ചിലരുടെയും മുഖം എനിക്കറിയാവുന്ന ആളുകളാണ് അവിടെ കാണുകയുണ്ടായി. തുടർന്ന് ഇപ്പോൾ ഇന്നലെയോടുകൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം മണ്ഡലത്തിൽ പൂർത്തിയായി. എല്ലാ കേന്ദ്രങ്ങളിലും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവും വരവേൽപ്പുമാണ് ലഭിച്ചത്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചിലരത് പരസ്യമായി ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു, ചിലർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സ്വീകാര്യതയാണ്, വലിയ പിന്തുണയാണ്, പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നാൾ ചെല്ലുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം
കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞങ്ങളെല്ലാവരും. ഓക്കെ, ഒരു പക്ഷെങ്കിൽ നമ്മൾ രണ്ടുപേരും പഠിച്ച ഒരേ കോളേജിലാണ്. ഞാൻ കുറേ കൂടെ സീനിയറായിരുന്നു. ഒരു പക്ഷെങ്കിൽ ആ കോളേജ് ആരംഭിച്ച് 3-ാം വർഷത്തിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ അങ്ങയുടെ വാക്കുകളിലും അതുപോലെ തന്നെ സഖാവിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ വളരെ ചാരിതാർത്ഥ്യമാണ്. LDF തുടരും എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ആപ്തവാക്യം, അല്ലെങ്കിൽ ആ ഒരു പ്രകടന പത്രികയിലുള്ള എന്തുകൊണ്ട് LDF തുടരണം? 3 ചോദ്യങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഇതുവരെ LDF ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്ന് സംക്ഷിപ്തമായിട്ട് പറയുക. 2, കഴിഞ്ഞ 9 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ലഭിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 3, ഈ മണ്ഡലത്തിൽ ഇതുവരെ ആളുകൾ കൊതിച്ച കാര്യങ്ങൾ അതെന്തുകൊണ്ട് നടക്കാതെ പോയി? ഈ 3 കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി തരുന്നത് നന്നായിരിക്കും. LDF തുടരണമെന്നത് സത്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു വികാരമാണ്. അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ മാറ്റമാണ്. ഇപ്പോൾ 10 വർഷം മുൻപുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ആ മാറ്റങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പവർ കട്ടില്ലാത്തൊരു കേരളമാണ് ഇപ്പോഴത്തെ കേരളം. UDFൻ്റെ ഭരണകാലത്ത് ആദ്യം അരമണിക്കൂറും പിന്നെ 1 മണിക്കൂറും പിന്നെ അപ്രഖ്യാപിത കട്ടും, ഇതായിരുന്നു സ്ഥിതി. മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കുമെല്ലാം കരുതി വെച്ച വീടുകൾ ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമാണ്. പവർ കട്ടില്ലാതെയായി. അത് പവർ കട്ടിൻ്റെ മാത്രം കാര്യത്തിലല്ല, 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. 60 ലക്ഷം പേർക്കാണ് അത് ലഭിക്കുന്നത്. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്ന ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകളാണ് പൂർത്തിയാവുന്നത്. 5 ലക്ഷം. അതൊരു സർവ്വകാല റെക്കോർഡാണ്. സാധാരണ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല, പക്ഷേ അത് യാഥാർത്ഥ്യമായി. സ്കൂളുകളിലും ആശുപത്രികളിലും വന്ന മാറ്റം, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളായി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഇപ്പോൾ പാഠപുസ്തകം കുട്ടികളുടെ കയ്യിലെത്തുകയാണ്. അതൊക്കെ ഒരു അത്ഭുതമാണ്. കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മുൻപ് UDF ഭരിക്കുമ്പോൾ പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാത്തതിനെ തുടർന്ന് ആകെ പ്രക്ഷുബ്ധമായി വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന വലിയ തോതിൽ വിമർശിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഓണം നേരത്തെ വന്നതുകൊണ്ട് ആണ് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് മുമ്പ് പുസ്തകം കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പുസ്തകം കിട്ടുകയാണ്. ആശുപത്രികളിൽ വന്ന മാറ്റം, ഇതൊക്കെ കേരളീയ ജീവിതത്തിൽ പ്രകടമായി വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത് തുടരണം എന്നേ ജനങ്ങൾ ആഗ്രഹിക്കൂ. ഉദാഹരണത്തിന് അതിനകത്ത് എനിക്കൊരു ചെറിയ ചോദ്യം. കാലോചിതമായിട്ടുണ്ടാകുന്ന പരിഷ്കാരങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ദേശങ്ങളിലും അത് സന്ദർഭോചിതമായി തന്നെ വളർന്നു വരുന്നുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ജനങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ വ്യതിയാനങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളുമുള്ള ഇൻട്രാക്ഷൻസ്, ഇതെല്ലാം തന്നെ അവിടുത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ നൂതനമായിട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള വലിയ സാധ്യതകൾ. അപ്പോൾ സാങ്കേതിക വളർച്ചയുടെ ഭാഗമായിട്ട് മാത്രമല്ലേ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ കഴിയും? അല്ല, അത് അങ്ങനെയല്ല. അതെന്തെന്ന് വെച്ചാൽ, ഒറ്റ ഉദാഹരണം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പവർ കട്ട് ഇല്ലാതായി. എങ്ങനെ ഇല്ലാതായി എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് മുൻ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അപ്രായോഗികം എന്ന് ഫയലിൽ എഴുതി അസാധ്യമാണ് എന്ന് തീർപ്പ് കൽപ്പിച്ച് ഉപേക്ഷിച്ച പദ്ധതികളുണ്ട്. ആലങ്കാരികമായി പറഞ്ഞാൽ മരിച്ച് മണ്ണടിഞ്ഞ പദ്ധതികൾ, ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി, മരിച്ചുപോയ പദ്ധതികൾ, പിന്നെ അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ മരിച്ചുപോയ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നെല്ലാവർക്കും അറിയാം. ആധുനിക വൈദ്യശാസ്ത്രത്തിനും അതിനുള്ള ഉപായമൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ മരിച്ചുപോയ വികസന പദ്ധതികൾക്ക് ജീവൻ നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ മരിച്ചുപോയ പദ്ധതികളെ ജീവിപ്പിച്ച, ജീവൻ വയ്പ്പിച്ച ഒരു ജാലവിദ്യ കേരളത്തിലുണ്ടായി. അതാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിലൊന്നായിരുന്നു കൊച്ചി ഇടമൺ പവർ ഹൈവേ. അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു. അത് അപ്രായോഗികമാണെന്നും അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയില്ല, അത് അവസാനിപ്പിച്ചു, ഉപേക്ഷിച്ചു പദ്ധതി. LDF ഗവൺമെൻറ് അത് പൊടിതട്ടിയെടുത്തു. അത് വിജയകരമായി പൂർത്തിയാക്കി. കേരളത്തിൽ പവർ കട്ട് ഇല്ലാതായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കൊച്ചി ഇടമൺ പവർ ഹൈവേയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് UDFൻ്റെ കാലത്ത് ഉപേക്ഷിച്ചതായിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ് LDF വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ചുമയുടെ ദിവസം ക്ലിയർ ചെയ്ത LDF വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ തുടരുമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്നത്.
രണ്ട്, ഈ കൊച്ചി-ഇടമൺ പവർ ഹൈവേ പോലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ഒരു അനുഭവമാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഇടയ്ക്ക് വെച്ച് അവസാനിച്ചതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തി. ജനങ്ങളുടെ പ്രതിഷേധം വന്നു, അപ്പോൾ UDF ഉപേക്ഷിച്ചു. LDF വന്നപ്പോഴും ജനങ്ങളുടെ പ്രതിഷേധം വന്നു. പ്രതിഷേധത്തെ അടിച്ചമർത്തുകയല്ല ചെയ്തു, അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം മതിയായതല്ല എന്ന നിലപാടായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കുന്നില്ല, പരിമിതാവകാശം മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ ചില കൃഷിയൊക്കെ ചെയ്യാം, പക്ഷേ ഈ അടിയിലൂടെ പൈപ്പ് ഇടാനുള്ള അനുമതി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം മതിയായതല്ല എന്ന പ്രശ്നം വന്നു. അവിടെയാണ് പിണറായി സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു ഇച്ഛാശക്തിയും പ്രായോഗിക ബുദ്ധിയും നമ്മൾ കാണേണ്ടത്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭൂമിയുടെ നിശ്ചിത ശതമാനം മാത്രമേ നഷ്ടപരിഹാരം കൊടുക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ച ചോദ്യം, ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായി. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം, ശരി, നിലവിലുള്ള നിയമം മറികടക്കാൻ നമുക്കാവില്ല, അത് കേന്ദ്ര നിയമവുമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പക്ഷേ ഭൂമിയുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് സംസ്ഥാനത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ വില സംസ്ഥാനം നിശ്ചയിച്ചു. എങ്ങനെ? ഉയർന്ന വില നിശ്ചയിച്ചു. അപ്പോൾ അതിൻ്റെ നിശ്ചിത ശതമാനം കേന്ദ്ര നിയമപ്രകാരം കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് സംതൃപ്തരായി, അവരാഗ്രഹിച്ച തുക കിട്ടി. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അങ്ങനെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പോൾ പൂർത്തിയായി. ആ വലിയൊരു നേട്ടം വർഷം തോറും കോടാനുകോടി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു എന്നുള്ള അഭിമാനത്തോടുകൂടെ അങ്ങ് പറയുമ്പോൾ തന്നെ, അങ്ങനെയുള്ള സർക്കാർ എന്തുകൊണ്ടാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രധാനമായിട്ട് ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന രണ്ട് വസ്തുതകൾ, ഒന്ന് ഇവിടുത്തെ നമ്മുടെ സർക്കാർ ആശുപത്രി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാക്കി ഡെവലപ്പ് ചെയ്തു, പക്ഷേ ഇവിടെ നല്ലൊരു കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ കാർഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോ ഇല്ലാത്തതിൻ്റെ അപാകത ഇവിടുത്തെ എല്ലാ ജനങ്ങളും അഭിമുഖീകരിക്കുകയും ഒരുപാട് മരണങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഇവിടെ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ഈ 9 വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? രണ്ട്, ബൈപ്പാസ് 9 വർഷത്തിന് മുമ്പ് ആരംഭിച്ചു, പക്ഷേ ഇന്ന് വരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ വളരെ ധൃതിയോടുകൂടെ വളരെ മനോഹരമായ രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അങ്ങ് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ആ റെയിൽവേ ക്രോസിങ്, ആ റെയിൽവേ പണി ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നുള്ള ആ റോഡ് വാസ്തവത്തിൽ വല്ലപ്പുഴയിലേക്കോ അല്ലെങ്കിൽ റെയിൽവേയോട് ചേർന്ന് തന്നെയോ ഇങ്ങേ സൈഡിലേക്ക് മാറ്റുകയായിരുന്നെങ്കിൽ ഏകദേശം 8 മാസക്കാലത്തോളം ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലേ? ഈ 3 കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ട് പറയാം. അതിൽ ഒന്ന്, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വികസന ഭൂപടത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു നാടായിരുന്നു നിലമ്പൂർ. ഒരു 10-35 വർഷമായി ആ അവഗണന നിലമ്പൂരിന് അനുഭവിക്കേണ്ടി വന്നു. നിലമ്പൂരിലെ ജനപ്രതിനിധി കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പലതവണ മന്ത്രിയാവുകയും ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു അക്കാലത്ത് മുഖ്യമന്ത്രി. പക്ഷേ എന്തുകൊണ്ടോ നിലമ്പൂർ അർഹിക്കുന്നതൊന്നും നിലമ്പൂരിൽ ലഭിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതിലൊരു മാറ്റമുണ്ടായി തുടങ്ങിയത് LDF സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ അതുവരെ തീർത്തും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു നാടിനെയാണ് LDF സർക്കാർ പരിഗണിക്കുന്നത്. ഒറ്റയടിക്ക് മാറ്റം വരുത്താവുന്ന അത്ര ലഘുവായ ലളിതമായ ആവശ്യങ്ങളല്ല നിലമ്പൂരിനുള്ളത്. പടിപടിയായി ഘട്ടം ഘട്ടമായി ഈ നിലമ്പൂരിനെ പരിഗണിക്കാൻ മാത്രമാണ് ഒരു സർക്കാരിന് കഴിയുക. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു 35 വർഷമായി നിലമ്പൂരിൻ്റെ സ്വപ്നമായിരുന്ന ബൈപ്പാസ്. ആ സ്വപ്നത്തിന് ജീവൻ വെച്ചു. അത് നമ്മൾ കാണണം. എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. 35 വർഷമായി കടലാസിലാണ് പദ്ധതി, ഒരു സ്വപ്നമാണ്. അതിന് ജീവൻ വെച്ചു, അത് തുടങ്ങി, ആ പണി സ്ഥലം ഏറ്റെടുക്കാൻ തുടങ്ങി. നിർമ്മാണം തന്നെ ഭാഗികമായി ആരംഭിച്ചു. അതിൻ്റെ ജ്യോതിപ്പടിയിൽ നിന്ന് അതിൻ്റെ നിർമ്മാണം തുടങ്ങി വെച്ചു. എന്നാൽ ഇതിനേക്കാൾ വേഗതയിൽ അത് പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യം നാട്ടിലുണ്ട്. അത് നല്ല വിമർശനമാണ്. പക്ഷേ തുടങ്ങി വെച്ചു എന്ന നേട്ടം കാണണം. 35 വർഷമായി ഒരു കല്ല് മാറിയിട്ടില്ലാത്ത ബൈപ്പാസ് തുടങ്ങി വെച്ചു. ഇപ്പോൾ മുഴുവൻ തുകയും അനുവദിച്ചിരിക്കുന്നു. ഇനി സാങ്കേതിക നടപടിക്രമം പൂർത്തിയാക്കി സ്ഥലം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം ഈ പണത്തിൽ നിന്ന് കൊടുക്കുകയേ വേണ്ടൂ. ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഇപ്പോൾ എത്തി. അതാണ് ഏറ്റവും വലിയൊരു നേട്ടം. ആശുപത്രി, ഇത് താലൂക്ക് ആശുപത്രിയായിരുന്നു, ഇപ്പോൾ ജില്ലാ ആശുപത്രിയായി മാറി.
ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഡോക്ടർമാർ കൂടി, മറ്റ് സൗകര്യങ്ങൾ കൂടി. ഇതൊക്കെ പടിപടിയായി ഇങ്ങനെ കടന്നു വന്നതാണ്. LDF ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 3 മന്ത്രിസഭയിലും വനിതകളായിരുന്നു ആരോഗ്യമന്ത്രിമാർ. ഒരു വനിത ആരോഗ്യമന്ത്രിയാവണമെന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഒരു മാതൃത്വ പരിഗണന ആരോഗ്യ വകുപ്പിന് വന്നത് വലിയ അനുഗ്രഹമായി എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായ മാറ്റങ്ങളിലൂടെ വന്നു. അടുത്ത പടി തീർച്ചയായും ഈ പറഞ്ഞ കാർഡിയോളജി വിഭാഗം, സുസജ്ജമായ ഒരു കാർഡിയോളജി വിഭാഗം ആയിരിക്കും അടുത്ത ഘട്ടം. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വളർന്നു വരികയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്. അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ഇല്ല. നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വുഡ് ഇൻഡസ്ട്രീസ് ആരംഭിച്ചിരുന്നു, പിന്നെ അത് അടച്ചു പൂട്ടി. UDF കാലത്താണ് അത് പൂട്ടി. ഇപ്പോൾ അങ്ങനെ ഒന്നില്ല. അപ്പോൾ നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഇൻഡർസ്റ്റേറ്റ് ബസ് സ്റ്റാൻഡായിരിക്കുന്ന നമ്മുടെ നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് എത്രയോ കോടികൾ ചെലവഴിച്ചിട്ട്, പക്ഷെ അത് ഉപയോഗശൂന്യമായി കിടക്കുന്നു. അല്ല, അത് ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊരു 9 വർഷമായിട്ട് നമുക്കത് എന്തെങ്കിലും തരത്തിലൊരു പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാതെ 9 വർഷത്തിന്റെ കണക്കാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം ഉണ്ടായത് 65 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായി ഉണ്ടായി. അല്ല, കാരണം മറ്റുള്ള സർക്കാരുകളെക്കാളും സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്ന, പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് LDF സർക്കാരിനെയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾ ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ വേദനകൾക്കും ഞങ്ങളുടെ ശാശ്വതമായ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ അവരെ കൊണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ പ്രതീക്ഷ മാനിക്കപ്പെടേണ്ടതാണ്. UDF ഭരിക്കുമ്പോഴും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാണ്. പക്ഷെ അവരിൽ നിന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് ശരിയുമാണ്. അതാ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തിയ ജനങ്ങളാണ്. ജനങ്ങൾ ഞങ്ങളിൽ പ്രതീക്ഷ വെക്കുന്നത് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരാണ് എന്നതുകൊണ്ടാണ്. അതിനുള്ള തുടക്കങ്ങൾ ഇവിടെ നിലമ്പൂരിൽ കുറിക്കാൻ കഴിഞ്ഞു. ഒരു ഘട്ടം അത് പിന്നിട്ടു. അത് വേഗതയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ നിർവഹിക്കേണ്ടതാണ്. ഇന്നലെ എത്രമാത്രം നിർവഹിച്ചു എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. തുടക്കങ്ങൾ ഇവിടെ കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ചിലത് ഒരു ഘട്ടം മുൻപോട്ട് പോയി. ഇനി അത് വേഗത്തിലാക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. കിട്ടിയാൽ സാധിക്കും. വെരി ഗുഡ്, താങ്ക് യു. അതോടൊപ്പം തന്നെ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് കൂടെ 2 കാര്യങ്ങളും കൂടെ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്, ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ സമൂഹം എക്കാലവും വളരെ വേദനയോടുകൂടെ ആരോപിക്കുന്ന ഒരു കാര്യം, LDF സർക്കാർ വന്നപ്പോൾ ദളിത് ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടുന്നതായ പരിഗണനകളോ അവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതവിടെ ഇപ്പോഴും ഒരു വേദനയായിട്ടും നിലവിളിയായിട്ടും നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, 80-20 എന്ന് പറയുന്ന വിഷയം, ആ വിഷയത്തെ സർക്കാർ ക്രിയാത്മകമായിട്ട് ഇടപെടേണ്ടതിന് പകരം അതിനെ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി 80-20 വിഷയം സംവരണത്തിൻ്റെ ഹൈക്കോടതിയിൽ നിന്ന് ജയം നേടി വന്ന ആ സമൂഹത്തിന് എതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തക്കവണ്ണം ഒരു സമൂഹം പോയപ്പോൾ അവരോടൊപ്പം സർക്കാരും പങ്കുചേർന്നു എന്നുള്ളതും വളരെ ഖേദകരമായിട്ട് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം പറയുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ്, ഇത് സമൂഹത്തിൽ നിന്നുള്ള വേദനകൾ ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പറയാം. ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ, മറ്റു പലതരത്തിലുള്ള യാതനകൾ അനുഭവിക്കുന്നവർ, ആദിവാസികൾ, പട്ടികജാതിക്കാർ തുടങ്ങിയിട്ടുള്ള എല്ലാ മർദ്ദിത ജനതയും ചൂഷണം അനുഭവിക്കുന്ന വിഭാഗവും പ്രതീക്ഷയോടുകൂടി കാണുന്നത് LDFനെയാണ്. അവരുടെ മുന്നണിയാണ് LDF. അവരോടൊപ്പമാണ് LDF നിൽക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പോ വിമർശനമോ ഈ സർക്കാരിനുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായിരുന്ന ആൾ, അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹമാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, അത് കേരളത്തെ തന്നെ വളരെ സ്വാധീനിച്ചൊരു വാക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു അവതാരമാണ് പിണറായി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മലയാളികളെ സംരക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പിണറായിയെ കേരളത്തിലെ സുപ്രധാനമായ ഒരു ക്രൈസ്തവ സഭയുടെ അന്നത്തെ മേലധ്യക്ഷൻ, അന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ജീവിതാനുഭവങ്ങളുള്ള ഒരു വലിയ വ്യക്തിത്വമായ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന്റെ അവതാരമാണ് പിണറായി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സഭയുടെ കാര്യസാധനത്തിന് വേണ്ടി പിന്നീട് തള്ളി പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ കാര്യസാധ്യം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കേരളത്തിലെ
മനുഷ്യർ ജാതിമത ഭേദമന്യേ ആദരിക്കുന്ന ആളാണ് അദ്ദേഹം, ആദരവ് നേടിയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് മലയാളികളുടെ ജീവൻ അപകടത്തിൽപ്പെട്ട നിമിഷത്തിൽ ഒരു ദേവദൂതനെ പോലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളെന്ന അത് കേരളത്തിലല്ല അല്ല അദ്ദേഹം പറഞ്ഞ ആ സന്ദർഭം അതായിരുന്നു. അത് കേരളം മുഴുവൻ അംഗീകരിച്ചതാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു വിഭാഗവും അവഗണിക്കപ്പെടുകയോ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യുന്ന വിഭാഗങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. നിയമാനുസൃതവും വ്യവസ്ഥാപിതവും നീതിപൂർവമായ സമീപനമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ LDF വിജയിക്കും. അതിൽ പ്രധാനമായും രാഷ്ട്രീയ വികസന കാര്യങ്ങളാണ്. LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. ഒന്നാം പിണറായി സർക്കാർ 600 വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. അതിൽ 580 നടപ്പാക്കി കഴിഞ്ഞാണ് 2021 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അത് വീണ്ടും LDF തന്നെ ഭരണത്തിലെത്താൻ ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും വിധത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് നടന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4 വർഷം പിന്നിടുമ്പോൾ 9ാം വാർഷിക ആഘോഷം അഥവാ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാമാണ് ചെയ്തത് എന്നത് ഓരോ മലയാളി കുടുംബങ്ങൾക്കും പരിശോധിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് എണ്ണി എണ്ണി പറയാൻ കഴിയും. വൻകിട പദ്ധതികൾ, അത് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പൂർത്തീകരണമായാലും പവർ ഹൈവേ പൂർത്തീകരിച്ചതായാലും ദേശീയപാത അതിനാവശ്യമായ ഭൂമിയുടെ വില സംസ്ഥാന സർക്കാർ 25% നൽകിയതിലായാലും കൊച്ചിയിലെ പെട്രോകെമിക്കൽ വ്യവസായം ആരംഭിച്ചതിലായാലും ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സിറ്റി ഗ്യാസ് പദ്ധതികൾ ആരംഭിക്കാൻ കഴിഞ്ഞത്. കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോവിൻ്റെ എക്സ്റ്റൻഷൻ, പുതുതായി വാട്ടർ മെട്രോ, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയും ഡിജിറ്റൽ സയൻസ് പാർക്കും, ഇത് രണ്ടും കേരളത്തിലാണ് ആരംഭിച്ചത്. ഇതെല്ലാം വൻകിട പദ്ധതികളാണ്. സമാന രീതിയിലുള്ള നിരവധി പദ്ധതികൾ മറ്റു മേഖലകളിലും ഉണ്ട്. ദേശീയപാത പോലെ തന്നെ പ്രധാനമാണ് മലയോര പാത. നിലമ്പൂർ മലയോര പാതയുടെ നല്ലൊരു ശതമാനം മേഖല കവർ ചെയ്യുന്ന പ്രദേശമാണ്. മലയോര പാത ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പൂർണ്ണമായി പൂർത്തിയായിട്ടുണ്ട്. 1160 കിലോമീറ്റർ നീളത്തിലാണ് മലയോര പാത. അത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. 100-ലേറെ വലിയ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞു. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇന്ന് 1-ാമതാണ്. നേരത്തെ 28ാം സ്ഥാനത്തായിരുന്നു. അതിന് 3.8 ലക്ഷം വ്യവസായങ്ങൾ പുതുതായി ആരംഭിക്കാനും 7.8 ലക്ഷം പേർക്ക് ജോലി നൽകാനും കഴിയും വിധത്തിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം അംഗീകരിച്ചു. വിദേശത്തു നിന്നും വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള നിക്ഷേപം ഗണ്യമായി ഉയർന്നു. ഇൻഫ്ര വഴിയുള്ള വ്യവസായ യൂണിറ്റുകൾ നിരവധിയാണ് ആരംഭിച്ചത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ കേരളത്തിൻ്റെ നിരവധി കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ 11 പാലം, 23 റോഡുകൾ, ജില്ലാ ആശുപത്രി നിലമ്പൂരിലാണ്, 20 കോടി രൂപയുടെ വികസനം. ഈ മണ്ഡലത്തിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം തന്നെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് ഹൈടെക് ആക്കി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കുടിവെള്ള പദ്ധതി. 600 കോടിയോളം രൂപ ചെലവ് വരുന്ന കുടിവെള്ള പദ്ധതി. ഇങ്ങനെ
നിലമ്പൂർ മണ്ഡലത്തിൽ 2000 കോടി രൂപയുടെ വികസനമാണ് നടന്നത്. ക്ഷേമകാര്യം നോക്കാം. പെൻഷൻ 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം നൽകുന്നത്. പെൻഷൻ വിപുലമായ ആളുകൾക്ക് കൊടുക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിനെ അലോസരപ്പെടുത്തിയത്. പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൂടി കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ 3-ാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. എന്താ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് പറഞ്ഞത്? പെൻഷൻ കൈക്കൂലിയാണെന്നാണ്. പെൻഷൻ കൈക്കൂലിയല്ല, കൈത്താങ്ങാണ്. അത് ഔദാര്യവുമല്ല, അവകാശമാണ്. 1980-ൽ നയനാർ സർക്കാരാണ് കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി അനുവദിച്ചത്. സർക്കാർ ഖജനാവിൽ നിന്നാണ് അന്ന് പൈസ കൊടുത്തത്. അന്ന് 45 രൂപ മാത്രമാണ്. പിന്നീട് 82-ൽ UDF അധികാരത്തിൽ വന്നു. ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചില്ല, കുടിശ്ശികയാക്കി. 87-ൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നു. ആ 45 രൂപ 60 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 91-ൽ UDF വന്നു. ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചില്ല, കുടിശ്ശികയാക്കുകയും ചെയ്തു. 96-ലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് നിലവിലുണ്ടായിരുന്ന 60 രൂപ 120 രൂപയായി വർദ്ധിപ്പിച്ചത്. 2001-ൽ UDF ആണ് അധികാരത്തിൽ വന്നത്. അവർ പെൻഷൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. പിന്നീട് 2006-ൽ LDF സർക്കാർ VS-ൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് പെൻഷൻ 500 രൂപയായി വർദ്ധിപ്പിച്ചത്. പിന്നീട് 2016-ൽ വേണ്ടി വന്നു പെൻഷൻ 1600 രൂപയാക്കാൻ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസം കുടിശ്ശികയാക്കിയതല്ലാതെ ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചില്ല. വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു, 100 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെതാണ് ക്ഷേമ പെൻഷൻ്റെ സംഭാവനയെന്ന് വ്യക്തം. അതുകൊണ്ടുകൂടിയാണ് പെൻഷൻ കൈക്കൂലിയാണെന്ന് അവർ പറഞ്ഞത്. UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല. പാവപ്പെട്ടവർക്ക് പെൻഷൻ ഒരു ആശ്രയമാണ്. അത് നാം തിരിച്ചറിയണം. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജമായത്തെ ഇസ്ലാമി UDF ബാന്ധവമാണ്. ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. മൗദൂദിയാണ് സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക രാഷ്ട്രീയ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ വിചാരധാര പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക രാഷ്ട്രമാണ് ലക്ഷ്യം. മുസ്ലിങ്ങൾ സർക്കാർ ജോലിയൊന്നും സ്വീകരിക്കാൻ പാടില്ല. ദൈവിക ഭരണത്തിലേക്ക് പോകുന്ന നമുക്കെന്തിനാണ് സർക്കാർ ജോലി? അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കോടതികളിലൊന്നും പോകാൻ പാടില്ല. ഇന്ന് നിലവിലുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പാടില്ല. അപ്പോൾ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും കോടതിയോട് പോലും കൂറില്ലാത്തവർക്ക് എങ്ങനെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അത്തരത്തിലുള്ളൊരു തീവ്രവാദ സംഘടനയുമായിട്ടാണ് UDF കൈകോർക്കുന്നത്. എന്നിട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. പച്ചക്കള്ളമാണത്. ജമാഅത്തെ ഇസ്ലാമിയുടെ 1957 അംഗീകരിച്ച ഭരണഘടനയിലും ബൈലോവിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. എന്താണോ RSS അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമി. RSSൻ്റെ മുസ്ലിം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായി 10 വോട്ടിന് വേണ്ടിയിട്ട് വർഗീയമായ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ നാണക്കേടാണ്. മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണത്. ഈ മുൻ തെരഞ്ഞെടുപ്പുകളിൽ CPM ഇതുപോലുള്ള സംഘടനകളുടെ വോട്ട് സ്വീകരിച്ചിട്ടുണ്ട്, രഹസ്യധാരണ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടെ ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. അത് പച്ചക്കള്ളമാണ്. ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എന്താ, ഞങ്ങൾ സ്ഥാനാർത്ഥികളിൽ നല്ലവരെ നോക്കി വോട്ട് ചെയ്യും. അന്ന് ഞാനും ഉണ്ടായിട്ടില്ല എന്നുള്ളത് 100 വട്ടം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. എൻ്റെ കാര്യം പറയാമെന്ന്. അന്ന് ജമാഅത്തെ ഇസ്ലാമി നല്ല വ്യക്തിത്വത്തെ നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് സുധാകരനെതിരായി മത്സരിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ
വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ ആരാണ് ആദർശ ശുദ്ധിയുള്ള ആൾ? അത് കടന്നപ്പള്ളിയല്ലേ. കടന്നപ്പള്ളിക്കെതിരായി വോട്ട് ചെയ്ത കൂട്ടറാണ്. ഇത് വ്യക്തിത്വം ഏറ്റവും നല്ല. അന്ന് 2 കൊലക്കേസുണ്ട് സുധാകരൻ്റെ പേര്. അപ്പോൾ അത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇപ്പോൾ ഉള്ളതെന്താ? UDFൻ്റെ അസോസിയേറ്റഡ് കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി. അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ UDFലെ കക്ഷിയെപ്പോലെ കണക്കാക്കും. നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥാപനങ്ങളിൽ അവർ മത്സരിക്കും UDFൻ്റെ കക്ഷിയായി. ഇതാണ് ആപത്ത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഡിസ്കഷൻ എന്താ? കാശ്മീരിലല്ലേ 26 പാവപ്പെട്ടവരെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത്? അത്തരമൊരു സാഹചര്യത്തിൽ UDF, കോൺഗ്രസ് നയിക്കുന്ന UDF എങ്ങനെയാണ് ഈ പറഞ്ഞ വിധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത്? മതരാഷ്ട്രവാദികളുമായി. RSS ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വധിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പറയുന്നു. ഇതേ വ്യത്യാസമുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു മറ്റൊരു ആശങ്കയാണ് അവരുടെ JB കോശി കമ്മീഷൻ. ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട് LDF സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ആ റിപ്പോർട്ടിന് ഒരു നടപടി എടുത്തിട്ടില്ല. അത് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല. ഇതിൽ ക്രൈസ്തവർ വളരെയധികം അസ്വസ്ഥരാണ്. അപ്പോൾ മാറി വരുന്ന 2 സർക്കാർ, ഇപ്പോൾ UDF ആണെങ്കിലും LDF ആയാലും, ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ക്രൈസ്തവർ വളരെ രൂക്ഷമായിട്ട് അത് ക്രൈസ്തവർക്ക് LDFനും UDFനും എതിരെ തിരിഞ്ഞ് അവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന് വലിയ കാരണമാകുന്നുണ്ട്. അതിനെപ്പറ്റിയിട്ട് എന്താണ്? പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ എല്ലാ മതത്തിലുമുണ്ട്. പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത്. പിന്നോക്ക മുന്നോക്ക വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവരോടൊപ്പമാണ് ഇടതുപക്ഷം ഉള്ളത്. JB ജോഷി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഗവൺമെൻറ് ഗൗരവമായി ആലോചിച്ചു വരികയാണ്. അതുകൊണ്ട് പിന്നോക്കക്കാരുടെ കൈപിടിച്ചുയർത്താനാണ് ഇടതുപക്ഷം പരിശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ നിരവധിയാണ്. അതിദരിദ്രർ കേരളത്തിൽ ആകെ 1% ഉള്ളൂ. ജനസംഖ്യയുടെ 1%, 63,000 ശിഷ്ടം. ആ 1% വരുന്ന അതിദരിദ്രരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു വന്നതുകൊണ്ട് ഈ 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ പാവങ്ങൾക്കൊപ്പമാണ്, പിന്നോക്കം നിൽക്കുന്നവർക്കൊപ്പമാണ് ഇടതുപക്ഷം നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമുള്ളത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗവൺമെൻറ് ആലോചിച്ച് വരികയാണ്. നിയമസഭാ ഇലക്ഷന് മുമ്പ് നടപടി എന്തായാലും സ്വീകരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ത് വേണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ നടന്നു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്താണ് ആ ശുപാർശകളിൽ നടപ്പാക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡാണ് എൻ്റെ തൊട്ടുപുറയിൽ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ബസ്സാണിത്. ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ മനോഹരമായ കെട്ടിടം 9 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന MLA, മുൻപ് മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു മനോഹരമായ കെട്ടിടമാണ്. ഇത് ഒരു ഇൻ്റർ സ്റ്റേറ്റ് കെട്ടിടമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ടാണ് 9 വർഷം മുമ്പ് ആരംഭിച്ചത്. എന്നാൽ രാഷ്ട്രമാണോ രാഷ്ട്രീയമാണോ വലുത് എന്നുള്ളതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇന്നും ഇത് അവശേഷിക്കുകയാണ്. രാഷ്ട്രീയം മാറി വന്നപ്പോൾ ഈ കാണുന്ന ഭീമമായ തുക, കോടികൾ മുടക്കി ഉണ്ടാക്കിയതായ കെട്ടിടം ഇന്നും അവിടെ ഒരു അസ്ഥിപഞ്ജരമായിട്ട് കഴിയുകയാണ്. 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്ന് ഇതിന് ഒരു ജീവൻ കൊടുക്കാൻ ആർക്ക് കഴിയുമെന്നുള്ള ചോദ്യം അവശേഷിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ LDFൻ്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അഖിലേന്ത്യാ ക്രിസ്തീയ കിസാൻ സഭ, ആ കിസാൻ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് ദിനകരൻ,
അതേപോലെ സംസ്ഥാന പ്രസിഡന്റ് വസന്തകുമാർ സാറ്, വൈസ് പ്രസിഡന്റ് മേനോൻ സാറ്, ഇങ്ങനെ എല്ലാ ഭാരവാഹികളും നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ഇത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് സമീപത്താണ്. ഫുഡ്നസ് ടിവിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു. ഈ പ്രചരണ വേളകളിൽ ഇനിയും കുറച്ചു ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി. സഖാവ് സ്വരാജിന്റെ വിജയത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്, കഠിനാധ്വാനമാണ്. എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു? ഞങ്ങള് ഇവിടെ വന്നിട്ടുള്ളത് മലയോര മേഖലയിലെ കർഷകര് വന്യമൃഗ ആക്രമണത്തെ തുടർന്ന് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് ഈ സംഭവം ഉണ്ടായതിന് ശേഷം കേരളത്തിലെ നിരവധി മേഖലകളിൽ വിവിധ രീതിയിലുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആ സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയും എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാലതാമസം വരുത്തുകയും അതിൻ്റെ പേരിൽ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. ഇപ്പോൾ കാർഷിക പ്രശ്നത്തിൽ പ്രധാനമായും വന്യമൃഗങ്ങളുടെ ആക്രമണം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഞങ്ങൾ ദീർഘകാലമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇത്തരം പ്രചരണങ്ങൾ ഇവിടെ വന്ന സാഹചര്യത്തിൽ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി വന്ന ഒരു സാഹചര്യത്തിലാണ് സംഘടന തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത് 3 മണിക്ക്. വെരി ഗുഡ്. പ്രക്ഷോഭങ്ങളാണോ പരിഹാര മാർഗങ്ങളാണോ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതെന്നുള്ള ചോദ്യം ജനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്, ഈ കുടിയേറ്റ മേഖലകളിൽ, മലയോര മേഖലകളിൽ വസിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ ഭീഷണികൾ ഇന്നും നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കടുവായുടെ കാൽപ്പാടുകൾ കണ്ടു എന്നുള്ള പ്രചരണമൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഭീതിയിലാണ്ടിരിക്കുകയാണ്. 60-ൽ പരം ആളുകൾ കാട്ടാനയുടെയും പുലിയുടെയും ഒക്കെ കൈക്കിരയായി തീർന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുടുക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ട സംഭവം, ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമുക്ക് കൃത്യമായൊരു പരിഹാരം എന്താണെന്നാണ് ഈ സംഘടനയുടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നിർദ്ദേശം. അഖിലേന്ത്യാ കിസാൻ സഭ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 972 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് വനം വന്യജീവി നിയമം പാസ്സാക്കുന്നത്. പിന്നീട് അതിൽ ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്ന ആ ഭേദഗതിയൊന്നും മനുഷ്യപക്ഷത്ത് നിന്നിട്ടുള്ളതല്ല, മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 972 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന ഈ വനം വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റം ജനപക്ഷത്ത് നിന്ന് വരുത്തണം. അങ്ങനെ വരുത്തിയാൽ മാത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പട്ടികളുണ്ട്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. പട്ടിയുടെ കടിയേറ്റ് 100 കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു പട്ടീനെയും പോലും ആർക്കും തല്ലിക്കൊല്ലാൻ പറ്റില്ല രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട്. അങ്ങനെ തല്ലിക്കൊന്നാൽ ജയിലിൽ പോകുന്നൊരവസ്ഥയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഈ ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ് തരണം. പക്ഷെ കേന്ദ്രവും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയും ആ പന്ത് കേരളത്തിൻ്റെ കോർട്ടിലേക്ക് തന്നെ അടിച്ചിടാണ് ചെയ്തത്. ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത അറിയാം, ഈ നിയമമൊക്കെ നിലവിലുണ്ട്, നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചോളാണ്. ഈ നിയമം നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അവർ കോർട്ടിലേക്ക് വിടുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം എന്തുകൊണ്ട് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യം ജനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ മറുപടി എന്താണ്? പക്ഷെ വനം പരിസ്ഥിതി പ്രശ്നം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ കാര്യങ്ങളിൽ അല്ല, നമുക്കിപ്പോൾ ഇവിടെ വെടിവെച്ച് കൊല്ല എന്ന് പറയുന്നത് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാം, അതിൻ്റെ വംശവർദ്ധനവ് തടയാം. പക്ഷെ നമ്മുടെ പ്രശ്നം ആന, കടുവ, പുലി, ഇതാണ് വലിയ ശല്യമായി മാറിയിട്ടുള്ളത്.
അവിടേക്ക് കയറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമപരമായ ഒരു അനുമതി നമുക്ക് തരണം. വാക്കാല മന്ത്രിമാർ പത്രസമ്മേളനം നടത്തി കേരളത്തിൽ ഗവൺമെൻറ് ചെയ്യാം, നിലവിൽ നിയമമുണ്ട്, അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിച്ചുകൂടാ? പല കാര്യങ്ങൾക്കും നമ്മൾ കോടതിയാണ് ആശ്രയിക്കുന്നത്. കോടതിക്ക് ഉചിതമായ ഒരു നടപടി എടുക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്ത് കോടതിയെ അപ്രോച്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചുകൂടാ? ഇപ്പോൾ വയനാട്ടിലെ കിസാൻ സഭ ജില്ലാ കമ്മിറ്റി, ആ കമ്മിറ്റി സ്വന്തമായി പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്തുകയും സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കേസ് നടക്കുന്നുണ്ട്. ഈ നിയമത്തിൽ ഭേദഗതി പാർലമെന്റിലേക്കുള്ള മാർച്ചിനെ കുറിച്ച് ഒരു ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ത്യാ കിസാൻ സഭ ഒരുപാട് സമരങ്ങൾ പാർലമെന്റിന്റെ മുമ്പാകെ നടത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിങ്ങൾ ചെയ്ത സഹന സമരങ്ങളൊക്കെ ആദരവുപൂർവ്വമാണ് ഞങ്ങൾ എല്ലാവരും ഓർക്കുന്നത്. നിങ്ങൾക്കതിന് ഞങ്ങളുടെ എല്ലാവരുടെയും കടപ്പാടും നന്ദിയും അറിയിക്കുകയും ചെയ്യണം. പക്ഷേ ഇതിന് പാർലമെന്റ് മാർച്ചല്ല, മറിച്ച് നിയമ ഭേദഗതികൾ വരണമെങ്കിൽ കോടതിയെ തന്നെ സമീപിക്കണമെന്നുള്ളൊരു നിയമം നിങ്ങൾ കൊണ്ടുവരികയും അത് ഈ സംസ്ഥാന സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി അത് ചെയ്യുക അല്ലായിരുന്നോ വേണ്ടിയത്? കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമല്ലോ. അല്ല, ആലോചന കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മളത് പ്രതികരിക്കും. കർഷക സംഘടനകൾ അതിന് ഒരുക്കത്തിലാണ്. LDF നേതാക്കന്മാരുമായും ഗവൺമെൻറ്റുമായി ആലോചിച്ച് ആ വക കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കേണ്ടതാണ്. മനുഷ്യ മനസ്സുകൾക്ക് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭയെ പോലുള്ള മഹത്തായ മനുഷ്യ സ്നേഹത്തിൻ്റെയും മാനവ സഹോദരത്തിൻ്റെയും പ്രതീകമായ ഈ സംഘടന. വെരി ഗുഡ്. ഈ സംഘടനയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കുള്ള ഏക കർഷക സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് അഖിലേന്ത്യാ കിസാൻ സഭയാണ്. നമ്മൾ ആരെയും മറന്നിട്ടല്ല, എല്ലാ മനുഷ്യർക്കും ഇവിടെ സുരക്ഷിതമായി ജീവിക്കാനും അവരുടെ സ്വത്ത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥയെയാണ് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോലും അതിനും കർഷക സംഘടനാ നേതാക്കന്മാരും പ്രവർത്തകരും ഒരുക്കമാണ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാം. അമാന്തിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. ഇല്ല, അമാന്തിക്കില്ല. ഞങ്ങളിത് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് എന്താണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുക. ഇപ്പോൾ വേറൊരു ആരോപണം, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് ഉണ്ടായ ഒരു ആരോപണം, നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ പ്രോട്ടോഫോളിയോയിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ 10 ലക്ഷം രൂപ ചെക്കുമായിട്ട് ഇങ്ങനെ വാതിക്കൽ ആ ആളുകളുടെ വീട്ടുവാതിക്കൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിൽക്കുകയാണ്. അല്ലാതെ അവരുടെ ജീവനോ സ്വത്തിനോ വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്ന നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്നത്? അങ്ങനെയല്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നും അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തക്കമാണ്. ഇപ്പം ഞാൻ ഈ നാട്ടുകാരനാണ്. ഇതിൽ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോഴും നട്ട പകല് ഇതിലെ ഒറ്റപ്പന്നികളും കൂട്ടപ്പന്നികളും നടക്കുന്ന ഒരു മേഖലയാണ്. ഇത് നിലമ്പൂർ ടൗണിൻ്റെ ഹൃദയഭാഗം കൂടിയാണ്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് അതിനെ ആ ക്ഷുദ്രജീവികൾ എത്രയോ കുട്ടികൾക്ക്, എത്രയോ അമ്മമാർക്ക്, എത്രയോ പ്രിയപ്പെട്ടവർക്ക് അത് ഭീഷണിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം സംസ്ഥാന തലത്തിൽ നിന്ന് സർക്കാർ ഉണ്ടാക്കാൻ എന്ത് നടപടിയെടുക്കുന്നു? അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ എന്താണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന വനം വകുപ്പ് മന്ത്രി എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം എടുത്ത് പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് അത് പൂർണ്ണമാണെന്ന അഭിപ്രായമില്ല. 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെ ഓരോ പഞ്ചായത്തുകൾക്ക് വിഹിതമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതിപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടാൻ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം അതിൻ്റേതായ ഗൗരവത്തിൽ വേഗത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ നിലനിൽക്കുകയാണ്. പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ LDF ഉണ്ട്, UDF ഉണ്ട്, അപൂർവം BJP ഉണ്ട്. അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അത് പഞ്ചായത്തുകൾ അധികാരം ഉപയോഗപ്പെടുത്തണം. ഒരു കർഷകൻ എന്ന നിലയിൽ ഞാൻ ആവലാതിയായി അവിടെ ചെന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആ ഭരണകൂടവും തയ്യാറാകണം. അത് രാഷ്ട്രീയ ഭേദമന്യേ, അത് രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ ഭേദമന്യേ. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ മലയോര മേഖലയിലേക്ക് നമ്മുടെ പൂർവികന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിലുള്ള ആളാണ്. എറണാകുളം ജില്ലയിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്, കോട്ടയം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്, കൊല്ലം മുതലുള്ള ആ ജില്ലകളിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്നുമൊക്കെ നമ്മുടെ മലയോര മേഖലയിൽ അവർ വന്ന് അതൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് നമ്മൾ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളൊരു ജനവിഭാഗമാണ് മലയോര കർഷകരെ. അത് തീർച്ചയായിട്ടും അവർ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്.
അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിനോടൊപ്പം ഞങ്ങൾ ചേരുകയാണ്. ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ പോകാൻ, കാരണം ജനാധിപത്യ ഭരണം എന്ന സംവിധാനത്തിൽ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കുന്ന ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നാൽ തീർച്ചയായും കോടതിയെ സമീപിക്കും. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു, വയനാട് ജില്ലയിൽ കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാകണം, കോടതി ഇടപെടണം എന്ന തരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു സജഷനും കൂടെ ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ നിയമത്തിൽ ഒരു പന്നിയെ കൊന്നു അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ക്ഷുദ്രജീവിയെ കൊന്നു കഴിഞ്ഞാൽ അതിനെ ഒരുപാട് അധികാരികൾ വന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമൊക്കെ അതിനെ സംസ്കരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിനേക്കാളും ഇപ്പം ഈ പഴയ മനുഷ്യർ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ 229 ഹാംലെറ്റ്സ് ഉണ്ട് ട്രൈബൽസിൻ്റെ. അതിൽ നല്ല പങ്ക് ആളുകളും മാംസബുക്കുകളാണ്, മാംസം കഴിച്ചുകൊണ്ട് ജീവിച്ച ആളുകളാണ്. ഇപ്പോൾ അവർക്ക് മാംസം വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല. എന്തുകൊണ്ട് അത്തരം ആളുകൾ വനത്തിൽ കഴിയുന്ന അത്തരം ആളുകൾക്ക് അതിനുള്ള അനുവാദം കൊടുത്ത് അവർ വേട്ടയാടുന്ന, അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് ഉദ്ദേശിച്ചത് ഇതേപോലുള്ള ക്ഷുദ്രജീവികൾ, പന്നിയോ അവർക്ക് തിന്നാവുന്ന അത്തരത്തിലുള്ള ഇതിനെ അവർക്ക് വെടിവെച്ച് അല്ലെങ്കിൽ അതിനെ അമ്പെയ്ത് കൊന്ന് അവർക്ക് തന്നെ തിന്നാൻ ഉള്ള ഒരു പെർമിഷനും കൂടെ എടുത്താൽ നമുക്ക് ഭക്ഷ്യസുരക്ഷയും കൂടെ ആകുകയില്ല. കാരണം നാട്ടിൽ നിന്ന് കിട്ടുന്ന വിഷാംശങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാകുകയില്ല. പച്ചില തിന്നുന്ന വളരുന്ന ഒരുപാട് മൃഗങ്ങൾ, അവർക്ക് ആഹാര പുഷ്ടി ഉണ്ടാകും, ശാരീരിക പുഷ്ടി ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലും കൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? അപ്പോൾ ഇതൊരു കേസായിട്ട് എടുക്കരുത്. ജസ്റ്റ് ഒരു താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെ എടുക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ 72 വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണം. ഇപ്പോൾ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി പത്രദ്വാരെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, ചെയ്യുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി BJPയുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, താങ്കളത് ഒരു മനുഷ്യത്വപരമായ രീതിയിൽ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, അതിന് രാഷ്ട്രീയത്തിനതീതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളും കർഷകരും എല്ലാം ചേർന്നുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് അത്തരത്തിൽ അവരുടെ ഒരു ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഈ കേരളം ഒറ്റക്കെട്ടായി പോകണം. ഇതിലിപ്പോൾ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ദൂരത്ത് നിന്നൊക്കെ ഇവിടെ വന്ന് ഒരു സമരമാർഗം സ്വീകരിച്ചത്. അത് സമരം മാത്രമല്ല, ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുള്ള ഒരു സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലമ്പൂരിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനെ കുറിച്ചാണ്. ഈ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞു. ഈ നാട്ടിൽ വരുന്ന ആളുകൾ, മലയോര മേഖലകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് വരുന്ന ആളുകൾ യാത്ര ചെയ്ത് എത്തിച്ചേരുകയും അവർക്ക് ഇറങ്ങി വേറെ ബസ്സിലേക്ക് കയറാനും ഇറങ്ങുവാനുമുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. ഇങ്ങനെയുള്ള ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നാട്ടുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ, കുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ, അവർക്ക് നിൽക്കുവാൻ മഴയത്തും വെയിലത്തും ഒന്നും നിൽക്കുവാൻ ഒരു ഷെഡ് ഇവിടെ ഇല്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കൂടി വരുന്ന ആളുകളെ അവരെ എത്ര നേരം കാത്തു നിൽക്കണമെന്നറിയാത്ത ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിന് ഒരു പരിഹാരമുണ്ടാകുക? മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ദേശത്തോട് കാണിക്കുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ സഞ്ചാരികളായിട്ടുള്ള യാത്രക്കാരായി വന്നിരിക്കുന്ന ആളുകളോട് നമുക്ക് ഒന്ന് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ത് തോന്നുന്നു? ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഇവിടെ മഴ പെയ്താലും കുഴപ്പം, വെയിലടിച്ചാലും പ്രശ്നം. ഒരു എല്ലാ സ്റ്റാൻഡ് പോലും ഇപ്പോൾ ഈ സ്റ്റാൻഡ് നിലമ്പൂർ പറയുന്നത് വലിയൊരു സംഗതിയാണ്, വലിയൊരു സംഗതി നിലമ്പൂർ. പക്ഷേ ഈ സ്റ്റാൻഡ് സംബന്ധിച്ചോളം ഒരു തങ്ങി നിൽക്കാനുള്ള സംഗതി ഇല്ല. ഇതുപോലെ സാർ പറഞ്ഞ പോലെ കടയിൻ്റെ ഓർത്ത് വേണം നിൽക്കാം. നിലമ്പൂർക്കാരനാണല്ലേ? ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കച്ചവടപ്പീടിക, ഉപജീവനത്തിനുള്ള മാർഗം ഇതാണ്. വളരെ സന്തോഷം. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ട്രെൻഡ് എങ്ങനെ പോകുന്നു?
ഒന്നും പറയാൻ പറ്റില്ല. നല്ല ചൂട് പിടിച്ച ഇലക്ഷനാണ്. ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഏതായാലും വീര്യത്തോടുകൂടെ എല്ലാ പാർട്ടികളും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല പാർട്ടികളുണ്ടല്ലോ അല്ലേ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. ആര് ജയിക്കുമെന്നും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയാണ്. എങ്കിലും ആരാണ് ഒന്നും പറയാൻ ഒരു മെജോറിറ്റി വോട്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളത്. ഓക്കെ, ഈ KSRTC ബസ് സ്റ്റാൻഡ് പണി ആരംഭിച്ച് 9 വർഷം കഴിഞ്ഞല്ലോ. ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്ത് തോന്നുന്നു? പിന്നെ അതങ്ങനെ കിടക്കുന്നു. മറ്റേ പിന്നെ ഇതിപ്പോ കുറച്ച് മറ്റേ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. അടുത്തൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ തന്നെ നിർജീവമായിട്ട് കഴിയുന്നല്ലേ. ഇത് പുരോഗമിക്കുകയായിരുന്നെങ്കിൽ, ഇത് പണിയൊക്കെ കഴിഞ്ഞ് അവിടെ സജീവമാകുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ഷോപ്പിംഗ് മാൾ ഇതൊക്കെ വന്നതിന്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ആയിട്ട് വന്നതിന് നല്ലതായിരുന്നു. കുറെ ആളുകൾക്ക് ഉപജീവന മാർഗങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു യാത്രക്കാരൻ, ഒരു വയസ്സായ ആ സ്ത്രീക്ക് പോലും ഇരിക്കാനൊരു സ്റ്റോപ്പ് വരെയല്ല, ഒരു ഇരിപ്പിടം പോലും സ്റ്റാൻഡിൽ. ഇത് ഇത്ര സ്ഥലം ഉണ്ട്. ഒരു മഴ ഉള്ളത് ആർക്കും കാത്തിക്കാനില്ല, ബസ്സിനകത്തിക്കാനില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് 9 വർഷമായിട്ട് മനുഷ്യർ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ നിങ്ങളെ ബസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അതിനെക്കുറിച്ചൊരു പരാതിപ്പെടുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് പോവുകയോ ചെയ്തു? പരാതിപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്? ഇതന്നെയല്ല അവസ്ഥ ഉള്ളത്. ഏതൊരു യാത്രക്കാരൻ വന്നാലും മഴ കൊണ്ടിരിക്കണം, വെയിലാണെങ്കിൽ വെയിലുള്ളണം. ഒരു രോഗിയായാലും ഇനിയിപ്പോൾ ആര് പ്രായമുള്ള ആൾക്കാരും ഒന്ന് ഇരിക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത സ്റ്റാൻഡാണ്. എന്താണ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എവിടെയും ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും തിരുവനന്തപുരം പോയാലും ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിന്റെ അവസ്ഥ എവിടെയും ഉണ്ടാവില്ല. 9 വർഷമല്ല, അതിന്റെ മുന്നേ ഉള്ളതായാലും തന്നെ അവസ്ഥ. ഇവിടെ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും നോക്കി ഒരാൾക്ക് ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം, ഒരു സീറ്റ് ഇല്ല. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവർക്ക് എടുക്കാനുള്ള സമയമുള്ളൂ. ഏതൊരു പാർട്ടി ആയാലും, ഞാൻ ഏത് പാർട്ടിക്കാരനല്ല, ഏത് പാർട്ടി വരച്ചാലും അങ്ങനെയുള്ള അവസ്ഥ തന്നെ. ഇതിനൊരു മാറ്റം വരണം, നിർബന്ധമാണ്. എങ്ങനെയായിരിക്കും ഈ ഇലക്ഷൻ മുഖാന്തരം അതിനൊരു മാറ്റം ഉണ്ടാകാൻ സാധിക്കുമോ? അതിപ്പോ അവരെന്താ ചെയ്യണ അറിയില്ലല്ലോ. ജയിക്കോളം വാഗ്ദാനങ്ങളെ ഉണ്ടാവുള്ളൂ. ആ സിനിമയെ പറഞ്ഞാൽ കൂടുതലും വാഗ്ദാനങ്ങളെ കൊടുക്കുന്നുണ്ടാവുള്ളൂ, നടപടി ഉണ്ടാവും. നിലമ്പൂരിലെ പോരിൽ ചൂടും മഴയും സമ്മിശ്രമായി പെയ്തുകൊണ്ടിരിക്കുകയും ചൂട് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ, മത്സരം കടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ദിവസങ്ങളും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെ ആർക്കാണ് ഈ രാജറാണിയിൽ MLA കോട്ടയിൽ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടാകുക എന്നുള്ളത് ജനസമ്മതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ചില മണിക്കൂറുകൾ മാത്രം, ദിവസങ്ങൾ മാത്രം. നമുക്ക് ആ വാക്കി പത്രത്തിലേക്ക് 23-ാം തീയതി വരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.